ഒറ്റ വിശേഷമുള്ളൂ, സുഖമായിരിക്കുന്നു വെച്ചാൽ അത്ര സുഖമില്ല. ആടിന്റെ ഓട്ടത്തിലാണ്. അപ്പം നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ഏരിയ, ഷൂട്ട് നടക്കുന്ന ഒരു ഏരിയയിലെ കാട്ടിലും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബിസി ആയിട്ടുള്ള പീരീഡാണ്. എന്ന് വെച്ചാൽ തിയേറ്റർ റിലീസ് സംബന്ധമായ കാര്യങ്ങൾ, സെയിൽസ് സംബന്ധമായ കാര്യങ്ങൾ, മാർക്കറ്റിംഗ് സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ അതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ ഒരുമിച്ച് അതിന്റെ കൂടെ പോസ്റ്റ് പ്രൊഡക്ഷനും മോണിറ്റർ ചെയ്യേണ്ടി വരുന്നു. എന്തായി അടുത്ത് എവിടെ എത്തി നിൽക്കുന്നു? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. മാർച്ച് 19 ഇൻഷാ അല്ലാഹ് ഈദിന് ലോകമെമ്പാടും റിലീസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, നടക്കും. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ടല്ലേ? അതായത് അതിൽ ഉപയോഗിച്ചൊരു വാക്ക് ഭൂതകാലം പുണരുന്നു. അപ്പോഴതൊരു ടൈം ട്രാവൽ ആണോ? അതാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആട് 3 ടൈം ട്രാവലിന്റെ ഒരു കഥയാണോ? ഞാൻ പറയില്ല, എത്ര ചോദിച്ചാലും പറയത്തില്ല. പിന്നെ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഞങ്ങളോട് വരാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ഭയങ്കര ആകാംക്ഷയിലാണല്ലേ? ചില സർപ്രൈസുകൾ അങ്ങനെ നിൽക്കട്ടെ. എന്നാൽ ഇതൊരു എപ്പിക് ഫാന്റസി ആണെന്നും അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ടൈം ലൈൻ, 3 ടൈം ലൈനിലാണ് സിനിമ നടക്കുന്നത്. 2 ടൈം ലൈനാണ് ബേസിക്കലി മെയിൻ ആയിട്ട് ഉള്ളത്. ആ 2 ടൈം ലൈനിലും അതൊരു പുനർജന്മമല്ല, പക്ഷെ ഓരോ ടൈം ലൈനിലും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ, ആടിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനെ ഇനാക്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞ ആട് ഫസ്റ്റ് പാർട്ട് വരുന്ന സമയത്ത് അത് അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. പക്ഷെ സക്സസ് ആവാത്ത സമയത്ത് നമുക്ക് സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഒരു ടെൻഷൻ കാണും അല്ലേ? പക്ഷെ അങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതെ സക്സസ് ആവാഞ്ഞത് ബോക്സ് ഓഫീസിലാണ്. ബോക്സ് ഓഫീസിൽ അതെ. പിന്നെ അതൊരു പ്രേക്ഷകരുടെ ഇടയിൽ അത് സക്സസ് ആയതിനു ശേഷമാണ് ഞാൻ 2ാം ഭാഗം എടുക്കുന്നത്. പലരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതായത് അന്ന് നമ്മൾ OTT ഒന്നും ഇല്ലല്ലോ, അന്ന് റിലീസ് ചെയ്ത് ഒരാഴ്ച പോലും തിയേറ്ററിൽ ഓടിയിട്ടില്ല. പക്ഷെ അന്ന് റീ എഡിറ്റ് ചെയ്തിട്ടാണ് അത് ചാനലിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അന്ന് ബേസിക്കലി OTT ഒന്നും ഇല്ലാത്തത് കൊണ്ട് DVD ആണ്. അപ്പൊ DVD മാർക്കറ്റ്, അന്ന് DVD എടുക്കാൻ ആളുണ്ടായിരുന്നില്ല ഇതിന്റെ. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അതിന്റെ DVD പ്രിന്റ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഫ്രൈഡേ ഹോം സിനിമ എന്ന് പറയുന്ന ബാനറിൽ ഒരു 10,000 DVD അടിക്കും, കൊടുക്കുന്നു. പക്ഷേ അത് സാറ്റലൈറ്റിൽ വന്നതിന് ശേഷം അതിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയും ബേസിക്കലി ഈ നമുക്ക് ഓരോ ആഴ്ചയും കൂടുതൽ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അപ്പൊ അത് നോക്കുമ്പോൾ ഒരു 2-3 ലക്ഷം DVDs പോകുമ്പോൾ നമുക്ക് അപ്പൊ ഇത്രയും വീട്ടിൽ ഇത് കാണുന്നുണ്ടല്ലോ. കൂടാതെ ചാനലിൽ, ബിക്കോസ് ഐ വാസ് പാർട്ട് ഓഫ് ദ ചാനൽ, നമ്മൾ ഈ ചാനൽ സിനിമ പോകുമ്പോൾ അതിന്റെ റേറ്റിംഗ് എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്യും. അപ്പൊ നോക്കുമ്പോൾ അത് നല്ല റേറ്റിംഗ് വരുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ബേസിക്കലി പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് വന്നപ്പോ ബേസിക്കലി വി കുഡ് സീ പീപ്പിൾ ആർ ഡ്രസ്സിംഗ് ലൈക്ക് ക്യാരക്ടേഴ്സ്. അതിന്റെ ഡയലോഗ്സ് പറയാൻ തുടങ്ങുന്നു, അതിലെ മുണ്ട്, അതിന്റെ മേമേഴ്സ്, അങ്ങനെ പല 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 ഇതായിട്ട്. അപ്പം ഒരു അണ്ടർ കറന്റ് നോക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു, ആട് എന്ന് പറയുന്ന സിനിമ കണ്ടു. അതേ പറഞ്ഞ ക്യാരക്ടർ നെയിമും കൂടെ പലരും. അപ്പൊ ആ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ജനറേഷൻ ഞാൻ ഈ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ 2ാം ഭാഗം ചെയ്ത് വരുമ്പോൾ ബേസിക്കലി തിയേറ്റർ ഓണേഴ്സ് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണമെന്നില്ല, അവരുടെ ഒരു ഏജും ഇതും വെച്ചിട്ട് ആ സമയത്ത് ഒരു ഈ സിനിമയെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, ഇത് പൊട്ടിയ പടത്തിന് എന്തിനാ 2ാം ഭാഗം, അല്ല അത് ഇങ്ങനെയാണ്, അതിനൊരു അണ്ടർകറന്റ് ഉണ്ട്, മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് അന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അന്ന് ഇതിനോടൊപ്പം തന്നെ 4 പടങ്ങൾ ഉണ്ടായിരുന്നു. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയുടെ, വിമാനം എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ്, ആന അലറലോട് അലറൽ എന്ന് പറഞ്ഞ വിനീതിന്റെ സിനിമ, മായാനദി എന്ന് പറഞ്ഞ സിനിമ. അപ്പം 5ാം സ്ഥാനമേ ഉള്ളൂ ആട്. 80 തിയേറ്ററിൽ, കോട്ടയം ചങ്ങനാശ്ശേരി പോലുള്ള മെയിൻ സെന്റേഴ്സിൽ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് റിലീസ് ചെയ്തു. എന്നാൽ ഒരു ആഴ്ച കഴിയുമ്പോൾ ഈ 80 തിയേറ്റർ എന്നുള്ളത് 250 തിയേറ്ററിലേക്ക് മാറുകയും ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുകയും ചെയ്തു. ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നോ നമുക്ക്? കണ്ടന്റ് ഇസ് കിങ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ചെയ്തു വന്നപ്പോൾ തന്നെ അതിനകത്തൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയ സിനിമകളിലൂടെ ആ ക്രിസ്മസിന് തന്നെ നമ്മൾ ഇറക്കണം എന്ന് തീരുമാനിച്ചു. കാരണം ക്രിസ്മസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിരുന്നു അതിനകത്ത്. അപ്പം അത് ഇറക്കാൻ തീരുമാനിച്ചത് തന്നെ കണ്ടന്റിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അത് വിജയിച്ചു. അന്ന് തന്നെ പ്ലാൻ ചെയ്തതാണ് അതിനൊരു 3ാം ഭാഗം. അബ്രപ്റ്റ് ആയിട്ടാണ് കൊണ്ട് നിർത്തിയത്. പാപ്പനും ടീമിനും $1 മില്യൺ കിട്ടി. അപ്പൊ അങ്ങനെ പിന്നെ അതിനേക്ക് ഒരു സ്റ്റോറിയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് 2019 നമ്മളൊരു സ്റ്റോറിയിലേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നെ കോവിഡ് വന്നു, അത് അന്ന് ഷൂട്ടിംഗ് നടന്നില്ല.
കോവിഡിന് ശേഷം പക്ഷേ നമ്മളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി. ഐ മീൻ യുവർ പാറ്റേൺസ് ഹവ് ചേഞ്ച്ഡ്. അപ്പൊ അന്ന് എഴുതിയ കഥ പിന്നെ വർക്കാവണം എന്നില്ല, റീറൈറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം പിന്നെ ആഫ്റ്റർ ദ OTT 2017 മുതൽ OTT വന്നു. അതിന്റെ കൂടെ കോവിഡും വന്നപ്പോൾ ഒരു നോർമൽ ഫാമിലി പോലും, ഒരു നോർമൽ ഹൗസ് വൈഫ് പോലും ഒരു ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സമയം കിട്ടുന്ന മാത്രമല്ല, ഇപ്പൊ ഒരു ഹോളിവുഡ് സിനിമ പോലും മലയാളത്തിൽ കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ അന്യഭാഷ, ഹിന്ദി ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും തമിഴാണെങ്കിലും ഇപ്പൊ OTT വരുമ്പോൾ എല്ലാ ലാംഗ്വേജിലും നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് മലയാളം കണ്ടന്റ് കുറവായിരുന്ന സമയത്ത് വീട്ടുകളിൽ തന്നെ ഇരിക്കുന്ന എല്ലാ സിനിമകളും, അപ്പൊ അതിലൂടെ വന്നിരിക്കുന്ന ഒരു, പിന്നെ വീടുകൾ എന്ന് പറയുന്നത് സിംഗിൾ TV ഹോം എന്നാണല്ലോ. അപ്പൊ അത് അവിടെ ഒരു 15 വയസ്സുള്ള കുട്ടി സിനിമ കാണുമ്പോഴും അമ്മയും കാണേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പാറ്റേണിൽ ഉണ്ടായ ഡിഫറൻസ് കൊണ്ട് അന്നുണ്ടായ സ്ക്രിപ്റ്റ് വർക്ക് ആവില്ല, എന്റെ ഗെയിം ചേഞ്ച് ആവണം, ഇച്ചിരി കൂടെ സ്കെയില് വലുതാവുന്ന എക്സ്പെക്ടേഷൻസ് ആർ റിയലി ഹൈ. അങ്ങനെയാണ് ഇതിന് ഈ എപ്പിക് ഫാന്റസി എന്ന് പറഞ്ഞ ജോണറിലേക്ക് വരികയും അത് ഇങ്ങനത്തെ ഒരു സ്കെയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഐ ഗോട്ട് റിയലി എക്സൈറ്റഡ് വിത്ത് ദ സ്ക്രിപ്റ്റ് ബട്ട് വാസ് നോട്ട് എക്സൈറ്റഡ് വിത്ത് ദ നമ്പേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യണ്ട. അങ്ങനെ കാവ്യ ഫിലിംസ് വേണു കുന്നപ്പള്ളിയുമായിട്ട് ചർച്ച ചെയ്യാൻ, അദ്ദേഹത്തിനും അതേ പോസിറ്റീവ് വൈബ് തന്നെ ഇതിൽ വരികയും ഞങ്ങൾ ജോയിൻ ചെയ്തൊരു വലിയ ബഡ്ജറ്റ് സിനിമയായിട്ട് അത് ചെയ്തിരിക്കുകയാണ്.